വാണിജ്യ വാതകത്തിൻ്റെ ലഭ്യതയില്ലായ്മയും അതുപോലെ തന്നെ വീടുകളിൽ ഉപയോഗിക്കുന്ന പാചകവാതകത്തിൻ്റെ കുറവുമൊക്കെ തന്നെ വല്ലാത്ത പ്രതിസന്ധി നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കുന്നു. മാത്രമല്ല ഇതിൽ ഏറ്റവും ഈ കൊമേഴ്ഷ്യൽ സിലിണ്ടറുകൾ കിട്ടാതായതാണ് ഏറ്റവും വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നത്. ഹോട്ടലുകളൊക്കെ അടയ്ക്കുമ്പോൾ ഈ ഹോട്ടലുകളെ മാത്രം ആശ്രയിച്ച് കഴിയുന്ന ഒരുപാട് ആളുകൾ വല്ലാതെ ബുദ്ധിമുട്ടിലാകും. അതുപോലെ തന്നെ ഈ പൊതുവിടങ്ങൾ, ഹോസ്റ്റലുകൾ, കുട്ടികൾ താമസിക്കുന്ന ഹോസ്റ്റലുകൾ, ഇതൊക്കെ തന്നെ വലിയ പ്രവർത്തനത്തിന് വലിയ പ്രയാസം നേരിടുന്നുവെന്ന ഞങ്ങളുടെ വിവിധ ബ്യൂറോകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മൾ കൊച്ചിയിലേക്കൊന്ന് പോകുന്നു. ലാൽകൃഷ്ണ ചേരുന്നു. ഈ വാണിജ്യ നഗരമായ കൊച്ചിയിൽ എന്താണ് അവസ്ഥ? കൊച്ചിയുടെ പരിസര ജില്ലകളിലും എന്താണ് അവസ്ഥ ലാൽകൃഷ്ണ? ലോകത്തെല്ലാവരുടെയും മനുഷ്യന്റെ അവസ്ഥ ഒരുപോലെ തന്നെയാണെന്ന് ശ്രീനിവാസൻ പറഞ്ഞ പോലെ തന്നെയാണ് കൊച്ചിയിലും പരിസര പ്രദേശങ്ങളിലൊക്കെ അവസ്ഥ. നാട്ടിലൊക്കെ പൊതുവിൽ ഗ്യാസ് സിലിണ്ടർ കിട്ടാനില്ല എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട പ്രശ്നം. നമ്മൾ നിലവിൽ നിൽക്കുന്നത് ഒരു കാറ്ററിംഗ് യൂണിറ്റിലാണ്. ഇവിടെ വരും ദിവസങ്ങളിലേക്കുള്ള ഓർഡറുകളുണ്ട്. നോമ്പുമായിട്ട് ബന്ധപ്പെട്ട് അതിനുശേഷം വരുന്ന കല്യാണങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഓർഡറുകളെല്ലാം വരുന്നുണ്ട്. പക്ഷേ അതിന് ആനുപാതികമായിട്ടുള്ള വസ്തുക്കൾ ഉൽപ്പാദിപ്പിച്ച് കൊടുക്കാൻ കഴിയുന്നൊരവസ്ഥ ഇവിടെ ഇല്ല, പലയിടങ്ങളിലും ഇല്ല എന്നുള്ളത് തന്നെയാണ്. ഗ്യാസിനെയാണ് പൂർണ്ണമായിട്ടും നമ്മളിവിടെ കണ്ടറിയാം, ബർണറുകൾ ഉപയോഗിച്ച് ഗ്യാസിനാണ് പൂർണ്ണമായിട്ടും ഇവിടുത്തെ പാചകങ്ങളും മറ്റു കാര്യങ്ങളും നടക്കുന്നത്. പക്ഷേ ഗ്യാസ് സിലിണ്ടർ കിട്ടാനില്ലാതായതോടുകൂടി അത് വലിയൊരു പ്രതിസന്ധിയിലേക്ക് മാറുന്നുണ്ട്. വരും ദിവസങ്ങളിലുള്ള ഓർഡറുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അത് എങ്ങനെയാണെന്നതിനെ കുറിച്ച് എങ്ങനെയാണ്? ഇനി ഇന്നും നാളത്തെയും കൂടിയുള്ള ഓർഡറിനുള്ള ഗ്യാസ് നമ്മുടെ സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള പുസ്തകമുള്ള കാര്യങ്ങൾ വളരെ പരിതാപകരമാണ്. പിന്നെ നമ്മൾ കോയമ്പത്തൂർ പോയേക്കണേണ്. അത് ഇന്ന് തന്നെ മിക്കവാറും അടുപ്പ് കൊണ്ടുവരും, വിറകടുപ്പ്. ഇനി അതിൽ ആശ്രയിക്കാന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോണത്. വേറെ ഗ്യാസിന്റെ വേറെ വഴികളൊന്നുമില്ല, നമുക്ക് അടഞ്ഞിരിക്കണേണ്. ഈ നോമ്പുകാലം കഴിഞ്ഞ് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും കുറെ കല്യാണത്തിന്റെ മറ്റു കാര്യത്തിന്റെ ഓർഡറുകൾ വരുമായിരിക്കുമല്ലോ, അപ്പൊ അതെങ്ങനെ മാനേജ് ചെയ്യുന്നത് നിങ്ങൾ? ഇപ്പം നിലവിൽ നമ്മൾ എടുത്തിരിക്കുന്ന ഓർഡറുകൾ മാത്രം എങ്ങനെയെങ്കിലും ഭംഗിയായിട്ട് ഫിനിഷ് ചെയ്യുക എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. വേറെ വരുന്ന ഓർഡറുകളെല്ലാം നമ്മൾ നിരുത്സാഹപ്പെടുത്തി വിടുവാണ് ആളുകളെ. നമുക്കൊരു വിശ്വാസത്തിന്റെ പുറത്തൊരു ഓർഡർ എടുത്തു വെക്കാൻ പറ്റാത്തൊരവസ്ഥയാണിപ്പോൾ. ഇപ്പോൾ നഗരപ്രദേശങ്ങളായതുകൊണ്ട് ഒരുപാട് ഓഫീസുകളിലും ഇതുപോലെ ഹോസ്റ്റലുകളിലൊക്കെ താമസിക്കുന്ന ഒത്തിരി കുട്ടികൾ വന്ന് ഫുഡ് കഴിക്കുന്നതാണ്. ഇവിടുന്ന് വരുന്നവരെല്ലാം മടക്കി അയക്കേണ്ട ഒരു അവസ്ഥയാണിപ്പോൾ ഉള്ളത്. സ്വാഭാവികമായിട്ടും അത് എറണാകുളം നഗരത്തിൽ മാത്രമല്ല, പരിസര നഗരങ്ങളിൽ, പരിസര പ്രദേശങ്ങളിലെല്ലാം അങ്ങനെ തന്നെയാണ്. ഈ എറണാകുളം നഗരത്തെ അല്ലെങ്കിൽ കോട്ടയം, തൃശ്ശൂർ പോലുള്ള നഗരങ്ങളിലേക്ക് എടുക്കുമ്പോൾ ഒരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് അവർക്ക് നഗരഹൃദയത്തിലാണ് ഈ സ്ഥാപനം എന്നുള്ളതുകൊണ്ട് അവർക്ക് അവിടെ ഒരു അടുപ്പ് സംവിധാനം ഉണ്ടാക്കുക എന്ന് പറയുന്നത് പ്രായോഗികമല്ല. കാരണം അടുത്തടുത്ത് സ്ഥാപനങ്ങളുണ്ട്, തൊട്ടടുത്ത് തന്നെ മറ്റ് സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടാവും. മാത്രമല്ല അടുപ്പിന് കുറച്ച് കൂടുതൽ സ്ഥലം വേണ്ടി വരുന്നതുകൊണ്ട് അടുപ്പ് ഒരുക്കുക എന്ന് പറയുന്നത് വലിയ പാടാണ്. ഇപ്പം സമൃദ്ധിയിലൊക്കെ അതിന് കുറച്ചുകൂടി സൗകര്യങ്ങളുണ്ട്, സാഹചര്യങ്ങളുണ്ട്. അതുകൊണ്ട് അവരവിടെ അതിനുവേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. പക്ഷേ എല്ലാ നഗരങ്ങളിലും, പ്രത്യേകിച്ച് എറണാകുളം പോലുള്ള നഗരങ്ങളിലെല്ലാം അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള വലിയ പ്രതിസന്ധി ഉണ്ടാകുന്നുണ്ട്. പെരുമ്പാവൂർ അടക്കമുള്ള പ്ലൈവുഡ് കമ്പനികളിൽ നിന്ന് ഈ മരത്തിൻ്റെതുമായി ബന്ധപ്പെട്ട വേസ്റ്റ്, പ്ലൈവുഡിന് ശേഷമുള്ള വേസ്റ്റ് കൊണ്ടുവന്ന അടുപ്പ് ഒരുക്കാം എന്നുള്ള രീതിയിലേക്ക് പലരും മാറുന്നുണ്ട്. പക്ഷേ വിറകുകൾക്ക് വില കൂടുന്ന ഒരവസ്ഥ പലയിടത്തും വരുന്നു. വിറകിന് വില വരും ദിവസങ്ങളിൽ കൂടുമെന്നൊരു ആശങ്ക നിൽക്കുന്നു. ചില IT പാർക്കുകൾ അടക്കമുള്ള ഇടങ്ങളിൽ ക്യാൻറ്റീൻ നടത്താൻ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്നുള്ളതുകൊണ്ട് അവരവിടെ വർക്ക് ഫ്രം ഹോം അടക്കമുള്ള നടപടികളിലേക്ക് നീങ്ങാനാണ് നിലവിൽ ആലോചിച്ചു തുടങ്ങിയിരിക്കുന്നത്. അത്തരത്തിൽ പ്രതികൂലമായൊരു സാഹചര്യത്തിലാണ് നഗരഹൃദയങ്ങളിലും ഗ്രാമഹൃദയങ്ങളിലും ഇപ്പോൾ ഈ കാറ്ററിംഗ് യൂണിറ്റുകളുടെ, ഹോട്ടലുകളുടെ, സ്ഥാപനങ്ങളുടെ എല്ലാം പ്രവർത്തനം പോകുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.